നമസ്കാരം. ദേവസൈനയിലേക്കും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാഗം 9 ഏവർക്കും സ്വാഗതം. ബ്രിട്ടീഷ് റെസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മൺട്രോ സായിപ്പവർകൾ ദേവസ്വങ്ങൾ പരിഷ്കരിച്ച് പതിവുകൾ ഏർപ്പെടുത്തിയ കാലത്ത് ശാസ്താംകോട്ടയിൽ കുരങ്ങന്മാർക്കും മുതലയ്ക്കും ചോറും മത്സ്യങ്ങൾക്ക് അരിയും കൊടുക്കുന്നത് അനാവശ്യമാണെന്ന് പറഞ്ഞ് ആ വക ചിലവുകൾ നിർത്തലെഴുതിച്ചു. കുരങ്ങന്മാർക്ക് ചോറ് കിട്ടാതായപ്പോൾ അവർ ക്ഷേത്രത്തിൽ കടന്ന് നിവേദ്യം കഴിക്കുമ്പോൾ അനുഭവക്കാരുടെയും വഴിപാടുകാരുടെയും മറ്റും ചോറെല്ലാം എടുത്തു തിന്നുകയും ശാന്തിക്കാരനെയും ദേവസ്വക്കാരനെയും അടിക്കുകയും കടിക്കുകയും മാന്തുകയും കീറുകയും മറ്റും ചെയ്ത് ഉപദ്രവിക്കുകയും ചെയ്തു തുടങ്ങി. അനുഭവക്കാർക്ക് ചോറ് കിട്ടാതാവുകയും ദേവസ്വക്കാർക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാതാവുകയും ചെയ്യുകയാൽ അവർ എല്ലാവരും കൂടിപ്പോയി മൺട്രോ സായിപ്പവർകളെ കണ്ട് വിവരം ബോധിപ്പിക്കുകയും സായിപ്പവർകൾ ഇതിൻ്റെ പരമാർത്ഥം അറിയുന്നതിനായി ശാസ്താംകോട്ടയിൽ വരികയും ചെയ്തു. സായിപ്പവർകൾ വന്ന് മതിൽക്കു വെളിയിൽ ഒരു സ്ഥലത്ത് കസേരയിട്ട് ഇരുന്നു. അപ്പോൾ കുരങ്ങന്മാരെല്ലാം അവിടെ ഹാജരായി കുനിഞ്ഞ് സലാം ചെയ്ത് നിരന്നു നിന്നു. അപ്പോൾ സായിപ്പവർകൾ നിങ്ങൾ ഈ അക്രമങ്ങൾ കാണിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അവർ അവരുടെ വയർ തൊട്ട് കാണിച്ചും മറ്റും വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണെന്ന് സായിപ്പവർകളെ ഗ്രഹിപ്പിച്ചു. ഉടനെ സായിപ്പവർകൾ നിങ്ങൾക്കിവിടെ ചോറ് പതിവ് വെച്ചത് ആരാണ്? അതിലേക്ക് വല്ല ലക്ഷ്യവുമുണ്ടോ എന്ന് ചോദിച്ചു. തൽക്ഷണം സുഗ്രീവൻ തൻ്റെ വായിൽ കൈയിട്ട് ഒരു ചെമ്പ് തകിടെടുത്ത് തുടച്ച് നന്നാക്കി സായിപ്പവർകളുടെ മുന്നിൽ വെച്ചു. അത് കായംകുളത്ത് രാജാവ് കൊടുത്ത ചെമ്പു തകിടായിരുന്നു. സായിപ്പവർകൾ അതെടുത്ത് വായിച്ചു നോക്കി വളരെ സന്തോഷിക്കുകയും സമ്മതിക്കുകയും കുരങ്ങന്മാരുടെ ചോറും മറ്റും യഥാപൂർവം കൊടുത്തുകൊള്ളുന്നതിന് അനുവദിക്കുകയും ചെമ്പ് തകിട് സുഗ്രീവന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയും ചെയ്തിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. മുതലയ്ക്ക് ചോറ് കൊണ്ടു ചെന്ന് കൊടുക്കുന്നതിനുള്ള ചുമതല മാരാർക്കാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം പതിവ് മാരാൻ എവിടെയോ പോയിരുന്നതിനാൽ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ചെറുക്കനാണ് മുതലയ്ക്ക് ചോറ് കൊണ്ടു കൊടുത്തത്. മുതല വന്ന് ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയം ആ ചെറുക്കൻ ഒരു വലിയ കല്ലെടുത്ത് മുതലയുടെ തലയ്ക്ക് ഒരു ഇടി കൊടുത്തു. ഇടികൊണ്ട് മുതല ഉറക്കെ നിലവിളിച്ചു. ആ ശബ്ദം കേട്ട് ചിലർ കടവിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മുതല ചത്ത് വെള്ളത്തിലും മാരാചിറക്കൻ മരിച്ച് കരയ്ക്കും കിടക്കുന്നതായി കണ്ടു. അക്കാലം മുതൽ മുതലയ്ക്കുള്ള ചോറ് നിർത്തലാവുകയും ചെയ്തു. ശാസ്താംകോട്ടയിൽ താമസിച്ചിരുന്ന പന്തള രാജാവിന്റെ കാലാനന്തരം അവിടെ ദേവസ്വകാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത് ഉണ്ണിത്താന്റെ കുടുംബത്തിൽ അന്നന്ന് മൂപ്പായിട്ടുള്ളവരായിരുന്നു. ആ കുടുംബത്തിലുള്ളവർ അക്കാലത്ത് സ്വാമിയെക്കുറിച്ച് വളരെ ഭയവും ഭക്തിയും വിശ്വാസവും ഉള്ളവരായിരുന്നു. അവർ രാവിലെ കുളിച്ച് സ്വാമി ദർശനം കഴിക്കാതെ വെള്ളം കുടിക്കുക പോലും ചെയ്യാറില്ലായിരുന്നു. കാലക്രമേണ അതൊക്കെ കുറേശ്ശെ ഭേദപ്പെട്ടു തുടങ്ങി. പന്തളത്ത് രാജാവിന്റെ കാലം കഴിഞ്ഞതിന്റെ ശേഷം ഏട്ടകൾക്ക് അരി വാരിയിട്ട് കൊടുത്തിരുന്നത് ഉണ്ണിത്താനായിരുന്നു. ഒരിക്കൽ ഒരു ഉണ്ണിത്താൻ ശരീരം ശുദ്ധം മാറിക്കൊണ്ട് ചെന്ന് ഏട്ടകൾക്ക് അരി വാരിയിട്ട് കൊടുത്തു. ഏട്ടകൾ ആ അരി തിന്നില്ല. അന്നു മുതൽ ആ ഉണ്ണിത്താൻ അരി വാരിയിട്ട് കൊടുത്താൽ ഏട്ടകൾ ഒരിക്കലും തിന്നാതെയായി. അതിനാൽ ആ വക അരിയും നിർത്തലെഴുതി. ശാസ്താംകോട്ടയിലെ കുരങ്ങന്മാർ അബ്രാഹ്മണരുടെ ചോറോ മത്സ്യമാംസാദികളോ ഭക്ഷിക്കാറില്ല. അതിനാലാണ് അവർക്ക് പതിവുള്ള ചോറ് ശാന്തിക്കാരൻ കൊണ്ടുചെന്ന് കൊടുക്കണമെന്ന് ഏർപ്പാട് വെച്ചത്.